കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഈ കാണുന്നത് വെറും വെള്ളത്തിൽ ട്യൂബർ ഇട്ട് വെച്ചിരുന്നതാണ്. അതിലൊക്കെ നിറച്ച് മുട്ടുകൾ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ആദ്യമായിട്ട് വന്ന മുട്ട്. ഞാൻ വിചാരിച്ചെന്നാൽ നട്ട് വയ്ക്കാൻ ആ ഒരു സമയത്തൊന്നും സമയം കിട്ടിയുമില്ല. പിന്നെ ഓർത്തൊന്ന് വിരിഞ്ഞ് നോക്കട്ടെ, വിരിയോന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കപ്പോഴുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു മുട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം, അതുപോലെ മുട്ട മാത്രമല്ല ഒരു പുഴുവുണ്ട്. ഈ ലീഫിനകത്തു നിന്നാണ് പൂത്തിത്തുളച്ച് അടുത്തൊരു മുട്ട. അത് മാത്രമല്ല, ഇതിനകത്ത് ഇനിയും മുട്ടുകളുണ്ട്. ഇത് ഏതാണ് ഐഡിയ എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനാണ്. ഐഡി മിക്സായി പോയ കുറേ ട്യൂബർ ഉണ്ടായിരുന്നു. അത് റണ്ണർ സ്റ്റാർട്ടായതുകൊണ്ട് ഞാനങ്ങ് പിന്നെ സെയിലിനൊന്നും വീഡിയോ ഒന്നും ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റിയതുമില്ല. അങ്ങനെ നോക്കുമ്പോഴുണ്ട്, ഞാൻ ഓർത്തതേ നട്ട് വെച്ചിരുന്ന വേറെ ഏതെങ്കിലും പാത്രത്തിൽ നിന്ന് മുട്ട് വന്നെയായിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴത്തേക്കാണ് ഇതിൽ നിന്ന് തന്നെ ആണെന്ന് മനസ്സിലായി. അപ്പം നോക്കുമ്പോഴുണ്ട് വേറെ വേറെ മുട്ടുകൾ പിന്നെയും വരിക. അപ്പം നല്ലൊരു വെറൈറ്റി തന്നെ. എന്തായാലും കൊള്ളാം അല്ലേ? മണ്ണും വേണ്ട, വളവും വേണ്ട. ഇത്രയുള്ള പാത്രം, ഇത്രയുള്ള പാത്രത്തിലാണ് വാവ വലിയ ബിസിയില്ല. മണ്ണ് വാരി കളിക്കുക, അതിന് ആഹാരം ഉണ്ടാക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴെനിക്ക് വയറ് നിറച്ച് ആഹാരം തരും. മണ്ണിൽ കളിച്ച് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ പറ്റുന്നത് തന്നെ. എനിക്കിങ്ങനെ ട്യൂബറിൽ ഇങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ട്യൂബറിലും അതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്കും മുട്ട വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള മുട്ട് ഇത്രയും ഹൈറ്റിൽ വന്നതായിട്ട് ഇതാദ്യമായിട്ടാണ്. ഇപ്പോൾ താമരയൊക്കെ പൂക്കുന്ന നല്ലൊരു ടൈം തന്നെയാണ്. നമുക്കിനി സെയിലിനായിട്ട് കുറേ ട്യൂബറുണ്ട്, അത് കാണാം. എവിടാ